എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെജ് പുലാവാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു 3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. 1 കപ്പ് റൈസ്, ബസ്മതി റൈസ് തന്നെയാണ് എടുത്തിന്, ഒരു ലോങ് ഗ്രീൻ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതിൽ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാനൊരു കാര്യം ആഡ് ചെയ്യുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് എന്താണ് എന്നൊക്കെ കാണിച്ചു തരാം. നല്ല ടേസ്റ്റിയാണ്, കുറച്ച് സ്പൈസിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം. എൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് കൂടി നിങ്ങൾ നോക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതായത് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് സാരം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ്, പക്ഷേ ചിലർ കുറച്ചും കൂടെ കൂടുതലൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഇത് കോളിഫ്ലവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. പിന്നെ അതിന് മേടിക്കാനൊന്നും പോയില്ല. പക്ഷേ സ്പ്രിംഗ് ഓണിയൻ 2 തണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ചതാണ്, അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർക്കുന്നത് എന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട് അതെല്ലാം കാണിച്ചു തരാം. ഇതൊരു 3 പേർക്കൊക്കെ കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും. ഞാൻ 1 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം, വരൂ. 1 കപ്പ് റൈസ് എടുത്ത്, ബസ്മതി റൈസ് എടുത്തിരിക്കുന്നത് 3-4 വട്ടം കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് അങ്ങനെ ഒരു 10-15 മിനിറ്റ് അവിടെ വയ്ക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, ചെറിയ ഉള്ളി, സവാള, പൊട്ടറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി. ഇതൊരു ടേബിൾ സ്പൂണോളം ഫ്രോസൺ പീസ് എടുത്തിട്ടുണ്ട്. ഇത് മല്ലിയില, പുതിനയില ഇവിടെ ഉണ്ടായതാണ്. ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കണം. വെജിറ്റബിൾസ് എല്ലാം ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സവാള മാത്രം കുറച്ചൊന്ന് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങ പിഴിഞ്ഞൊന്നുമല്ല, ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡറില്ലേ, അത് ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ട് കുറച്ച് 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് നല്ലതുപോലെ ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടർ ഒന്ന് ഉരുകി വരണം. ഉരുകി വന്നപ്പോൾ അതിലേക്ക് നമ്മളുടെ മസാലകൾ, അതായത് ബേ ലീഫ്, ഏലക്ക, പട്ട, ഗ്രാമ്പു, കുറച്ചൊരു 3-4 കുരുമുളക്, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അടുത്തായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് ഒരുവിധം അരയ്ക്കാം. വേണമെങ്കിൽ നല്ലതുപോലെ അരയ്ക്കാം, കുഴപ്പമില്ല. ഞാനിവിടെ ഒരുമാതിരി നല്ലതുപോലെ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3-4 ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഈ ബട്ടറിൽ കിടന്ന് ഇത് ബട്ടറാണല്ലോ നമ്മൾ ചേർത്തിരിക്കുന്നത്, അതിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരണം. അധികം അങ്ങ് ഡാർക്ക് കളറൊന്നും ആവണ്ട, ലൈറ്റായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി മറ്റുള്ള പച്ചക്കറികൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഉരുളക്കിഴങ്ങുണ്ട്, ബീൻസുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഞാൻ 2 സ്പ്രിംഗ് ഓണിയനും കൂടി എടുത്തിട്ടുണ്ട്. അതും ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി, എന്നിട്ട് ഒരെണ്ണം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി, അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ഇത് ആഡ് ചെയ്ത് അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചമുളകും ഞാനൊരു 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ഇതെല്ലാം ചേർത്തു. ഇനി എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്താൽ മതി. എടുത്തു വെച്ചിരിക്കുന്ന ഫ്രോസൺ പീസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ഹാഫ് കുക്ക്ഡ് ആണ്, ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തേച്ചാൽ മാത്രം മതി.
വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ സോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി ഒരു അര ടീസ്പൂൺ തൊട്ടൊരു 3/4 ടീസ്പൂൺ വരെ ആവാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ്. ഇത് നമ്മൾ വാങ്ങിക്കുന്ന ഗരം മസാലയാണ് കേട്ടോ. ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം കഷ്ടിയേ ചേർക്കുന്നുള്ളൂ. ഒരുപാട് സ്പൈസി ആവണ്ട, പക്ഷേ ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു പുലാവ് തന്നെയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ വെജിറ്റബിൾസിലെല്ലാം ഈ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്, ഉപ്പും പിടിച്ചിട്ടുണ്ട്. നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇപ്പം നല്ല വെള്ളമൊക്കെ വലിച്ചെടുത്ത് അത് അത്യാവശ്യം ഒന്ന് ഒരു സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ റൈസ്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയിലിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. കണ്ടോ? അടുത്തായിട്ട് ഇനി നമ്മൾ വെള്ളം, ഇതിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ചിലർ 1.5 കപ്പൊക്കെ ആയിരിക്കും ചേർക്കുന്നത്. ഞാൻ എന്തായാലും 2 കപ്പ് വെള്ളം, തിളച്ച വെള്ളം എന്നാണ് ചേർക്കുന്നത്. തണുത്ത വെള്ളമല്ല, തിളച്ച വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ വെള്ളം ഒരു 1.5 കപ്പേ ചേർത്തിട്ടുള്ളൂ. ഇനി ഒരു 1/2 കപ്പ് കൂടി തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നല്ല ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരെടുത്തിട്ട് അതാണിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ചൂടുവെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് അതാണ് ഈ ചേർക്കുന്നത്. ഇത് 1/2 കപ്പുണ്ട്. കണ്ടോ? ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വെള്ളം മാത്രം ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റാണ് ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ചിരകി എടുത്തിട്ട് അതിൽ നിന്ന് പാല് പിഴിഞ്ഞെടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊരു 15 മിനിറ്റ്, 10 തൊട്ട് 15 മിനിറ്റ് വരെയൊക്കെ വേണ്ടി വരും. അപ്പോഴത്തേക്കും ഞാനിത് ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ചത്. അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം ആയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മളിത് വെള്ളം വറ്റിപ്പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ കരിഞ്ഞു പിടിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഞാനൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് പതുക്കൊന്ന് അതിൻ്റെ ആ ലിഡൊന്ന് തുറന്നു നോക്കി. കാരണം ഇത് ഗ്ലാസിൻ്റെ ഇതായതുകൊണ്ട് നമുക്ക് അറിയാം ഏകദേശം വെള്ളം വറ്റി വരുന്നുണ്ടോ എന്നൊക്കെ. 10-15 മിനിറ്റ് ആയപ്പോഴത്തേക്കും കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നു. ഞാൻ എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ബട്ടർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി കുറച്ച് സമയം, ഒന്ന് സെറ്റാവട്ടെ. എന്നിട്ട് നമുക്കിത് ഇളക്കി റെഡിയാക്കാം. ഞാൻ ആ ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് കുറച്ച് കട്ട് ചെയ്തത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അവിടെ അടച്ചു വെച്ചു. കണ്ടില്ലേ? കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കുകയാണ്. കണ്ടോ? ഒരെണ്ണം അരിയൊക്കെ ഇങ്ങനെ നല്ലപോലെ വെന്തിട്ടുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മുടെ വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഒരു സ്മെല്ലൊക്കെ ഉണ്ട്, കഴിക്കാൻ റെഡിയാണ്. ഇതിൻ്റെ കൂടെ സലാഡ്, പിക്കിള്, പപ്പടം ഇതൊക്കെ കൂട്ടി വേണമെങ്കിൽ കഴിക്കാം. വേറെ ഒരു കറിയും പ്രത്യേകിച്ച് വേണം എന്നില്ല. അത്ര നല്ല ടേസ്റ്റിയാണ്, അത്യാവശ്യം സ്പൈസിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഞാൻ ഉണ്ടാക്കിയ വെജ് പുലാവ് കണ്ടല്ലോ, കുറച്ച് സ്പൈസിയാണ്, പക്ഷേ നല്ല കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇടുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ലതാണ്, നമ്മുടെ കുറച്ച് ഹെൽത്തിയുമാണ്. പിന്നെ ഞാൻ ഇവിടെ കുക്കിങ്ങിന് എടുത്തിരിക്കുന്നത് ബട്ടറാണ്. ഗീ എടുത്താലും മതി, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ അത് എടുത്താലും മതി. പക്ഷെ ഞാൻ ഇവിടെ ബട്ടറാണ് എടുത്തത്. ഗീ എൻ്റെ തീർന്നു, അതിനി ഞാൻ ഉണ്ടാക്കണം. ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാക്കുന്ന ഗീ ആണ് ഉപയോഗിക്കുന്നത്, നെയ്യ്. അത് ഞാൻ ഞാൻ ഒരു പ്രാവശ്യം ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ ഗീ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് തീർന്നത് കൊണ്ട് ഞാൻ ബട്ടർ തന്നെ എടുത്തു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.